ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ പട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ പട്ടണം. ഉത്തരം കൊൽക്കത്ത. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് രാജ്യത്താദ്യമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. ഉത്തരം കേരളം. ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യ എഡിറ്റർ. ഉത്തരം ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ഉത്തരം പീനിയൽ ഗ്രന്ഥി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈന. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ മറൈൻ ആംബുലൻസ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ മറൈൻ ആംബുലൻസ്. ഉത്തരം പ്രതീക്ഷ. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം. ഉത്തരം താഷ്കന്റ് കരാർ. താഷ്കന്റ് കരാർ. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല. പൊറാട്ട് നാടകം പ്രചാരത്തിലുള്ള ജില്ല. ഉത്തരം പാലക്കാട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ മലയാളി ആര്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. ഉത്തരം TN ശേഷൻ. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും കൗൺസിലിംഗും നൽകുന്നതിനുള്ള പദ്ധതി. ഉത്തരം ഭൂമിക. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം. ഉത്തരം മഹാരാഷ്ട്ര. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം വയോ അമൃതം. അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഉത്തരം ചണ്ഡീഗഡ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഗോവ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുമ്പോൾ ഗാന്ധിയുടെ ഉപദേശകൻ ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഉത്തരം ഹൈദരാബാദ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം ടീസ്റ്റ. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഉത്തരം 1962. മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലമായ അഭയഘട്ട് എവിടെയാണ്? അഭയഘട്ട്. ഉത്തരം അഹമ്മദാബാദ്. ഏറ്റവും പഴക്കമുള്ള തമിഴ് വ്യാകരണ ഗ്രന്ഥം. ഏറ്റവും പഴക്കമുള്ള തമിഴ് വ്യാകരണ ഗ്രന്ഥം. ഉത്തരം തൊൽക്കാപ്പിയം. ഉത്തരം തൊൽക്കാപ്പിയം. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ഉത്തരം റോബർട്ട് ക്ലൈവ്. അസാധ്യമെന്നത് എൻ്റെ നിഘണ്ടുവിലില്ല. ആരുടെ വാക്കുകൾ? ഉത്തരം നെപ്പോളിയൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പള്ളിക്കൂടം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പള്ളിക്കൂടം. ഉത്തരം കൊൽക്കത്ത. ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ രചിച്ചത്. ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ രചിച്ചത്. ഉത്തരം പൊൻകുന്നം വർക്കി.
കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ കവിതാ സമാഹാരം. കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ കവിതാ സമാഹാരം. ഉത്തരം പുഷ്പവാടി. കുമാരഗുരുദേവന്റെ യഥാർത്ഥ നാമം. കുമാരഗുരുദേവന്റെ യഥാർത്ഥ നാമം. ഉത്തരം പൊയ്കയിൽ യോഹന്നാൻ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഉത്തരം പത്തനംതിട്ട.